ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ കാക്കയഞ്ചാൽ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചെറുപുഴ ബ്ലോക്ക് 41ാം വാർഷിക സമ്മേളനം ചെറുപുഴ വൈസ്മെൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. KSSPA ചെറുപുഴ ബ്ലോക്ക് സെക്രട്ടറി KM തോമസ് സ്വാഗതം ആശംസിച്ചു. പ്രസിഡന്റ് MK സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. KSSPA സംസ്ഥാന സെക്രട്ടറി K രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. KSSPA ജില്ലാ പ്രസിഡന്റ് K മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. മഹേഷ് കുന്നുമ്മൽ, ഉഷ മുരളി, കോടൂർ കുഞ്ഞിരാമൻ, PJ ജോസഫ്, CM ഇസ്മായിൽ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ചെറുപുഴ ബ്ലോക്ക് ട്രഷറർ PK ലക്ഷ്മണൻ നന്ദി രേഖപ്പെടുത്തി. പയ്യന്നൂർ നിയോജക മണ്ഡലമായിരുന്ന ചെറുപുഴയിലെ ചെറുപുഴ മണ്ഡലം, പെരുമാമണ്ഡലം, കാങ്കോൾ, ആലപ്പുഴ മണ്ഡലം അതുൾപ്പെടെ 9 മണ്ഡലങ്ങളാണ് പയ്യന്നൂർ നിയോജകമണ്ഡലത്തിലുള്ളത്. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ പേരാവൂർ ധർമ്മടം കഴിഞ്ഞാൽ അംഗസംഖ്യയിൽ 3ാം സ്ഥാനത്തുണ്ടായിരുന്ന പയ്യന്നൂർ നിയോജകമണ്ഡലത്തിൻ്റെ കൂടുതൽ പ്രവർത്തനത്തിനും സൗകര്യത്തിനും വേണ്ടിയാണ് ചെറുപുഴ ബ്ലോക്ക് KSP രൂപീകരിക്കപ്പെട്ടത്. നമ്മുടെ മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിൽ തന്നെ മുമ്പിലായിരുന്ന തിരുവനന്തപുരം ജില്ലയെ പിന്തള്ളി കണ്ണൂർ ജില്ല 11,818 അംഗങ്ങളോടെ സംസ്ഥാനത്ത് 1ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ വർഷം സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ നടത്താൻ തീരുമാനിച്ചത്. ഈ മെമ്പർഷിപ്പ് പ്രവർത്തനമായിട്ടൊക്കെ മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ K രാമകൃഷ്ണൻ ഇരിപ്പുണ്ട്. അതിനുശേഷം നമ്മുടെ ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റ് ശ്രീ K മോഹനൻ, ഇവരുടെയൊക്കെ ശക്തമായ നേതൃത്വത്തിന്റെ ഫലമായിട്ടാണ് കണ്ണൂർ ജില്ലയിൽ ഇത്രയും മെമ്പർഷിപ്പ് നമുക്ക് അംഗങ്ങളെ ചേർക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഫലപ്രഖ്യാപനം വരെ ഉണ്ടാവില്ല. പിന്നെ ഈ സർക്കാരിന് മുമ്പിലുള്ളത് 1-2 മാസം മാത്രമാണ് അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടി വരും. പക്ഷേ ഇവിടെ യൂട്യൂബ് ചാനലിലൊക്കെ കാണുന്ന ഒരു പ്രത്യാശ എന്ന് പറയുന്നത് നമുക്ക് പ്രത്യാശയെന്ന് പറയാൻ പറ്റില്ല. കേരള NGO അസോസിയേഷൻ 2 വർഷം മുമ്പ് DA കുടിശ്ശിക സംബന്ധിച്ച് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. അതിന്മേൽ ഇപ്പോൾ അടുത്ത് ഒരു വിധി വന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ഡിസംബർ 11 മുമ്പ് സർക്കാർ DA സംബന്ധിച്ച് എപ്പോൾ കൊടുക്കുമെന്നുള്ള ഉറപ്പ് കൊടുക്കണമെന്നും, ഇല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അത് സംബന്ധിച്ച് ഉത്തരവ് ഇറക്കേണ്ടി വരുമെന്ന രീതിയിലുള്ള ഒരു ഉത്തരവ് ട്രൈബ്യൂണലിൻ്റെ ഭാഗത്തുനിന്ന് വന്നു എന്നാണ് ഏറ്റവും ഈ യൂട്യൂബ് വാർത്താ ചാനലുകളിലൊക്കെ കാണാൻ വേണ്ടി കഴിയുന്നത്. കണ്ണൂർ ജില്ലയിൽ വെച്ച് നടക്കുന്നത് സംസ്ഥാന സമ്മേളനം കണ്ണൂർ ജില്ലയിൽ വെച്ച് നടക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാൽ 13 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ജില്ലയിൽ വെച്ച് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. കേരളത്തിലെ ഏത് ജില്ലയിൽ നടത്തിയാലും നന്നാക്കാത്ത തരത്തിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന, നടത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല എന്ന് സംസ്ഥാനത്ത് ഒടുനീളമുള്ള നേതാക്കൾക്കറിയാം. നമുക്ക് 13ൻ്റെ അനുഭവമുണ്ട്. 2013 സമ്മേളനത്തിന് ശേഷമാണ് ഈ സംഘടന ആ വലിയൊരു 92 KSSPUവിന് വേണ്ടിയിട്ട് ഒരു വലിയ പിളർപ്പിന് വിധേയമായ സംഘടനയാണ് നമ്മുടെ സംഘടന. വളരെ വിശ്വസ്തയോടുകൂടെ നമ്മളെല്ലാ രാഷ്ട്രീയത്തിലെ ആൾക്കാരെയും ഉൾക്കൊണ്ടുകൊണ്ട് വളരെ നല്ല നിലയിൽ എല്ലാ ജില്ലകളിലും നല്ല പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് അത് വളർന്ന് 2 സംഘടനയായത്. അതിനുശേഷം നമ്മുടെ സംഘടന ക്ഷയിച്ചിരുന്നു. അത് പൂർവാധികം ശക്തിപ്പെട്ടത് നമ്മുടെ 2013 സമ്മേളനത്തിന് ശേഷമാണ്. കഴിഞ്ഞ 3 ദശാബ്ദകാലമായി രുചിയുടെ ലോകത്ത് പെരുമതീർത്ത് ചെറുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഗ്രീൻ പാർക്ക് കാക്കയഞ്ചാലിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വിശാലവും വിപുലവുമായ സജ്ജീകരണത്തോടെയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ കാക്കയഞ്ചാൽ. നാവിൽ കൊതിയൂറും ഭക്ഷണ സമന്വയം, നിലവാരവും ആകർഷകവുമായ സർവീസ്, അത്യാകർഷകമായ ഫാമിലി റൂം സൗകര്യവും, എല്ലാത്തിനും പുറമെ വിശാലമായ പാർക്കിംഗ് സൗകര്യം, കൂടാതെ പാർട്ടികൾ, മീറ്റിംഗുകൾ, ക്ലാസുകൾ തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ മിനി ഓഡിറ്റോറിയം. ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ കാക്കയഞ്ചാൽ. ഫോൺ 04985241277. മൊബൈൽ 9447 850 097.